നമസ്കാരം. യുക്രൈന് നൽകുന്ന ആയുധ സഹായം വെട്ടിക്കുറച്ച് അമേരിക്ക. വ്യോമ പ്രതിരോധ സംവിധാനത്തിൽ ഉപയോഗിക്കുന്ന മിസൈലുകൾ ഉൾപ്പെടെയുള്ള നിർണായക ആയുധ സഹായമാണ് US വെട്ടിക്കുറച്ചത്. വിദേശ രാജ്യങ്ങൾക്ക് നൽകുന്ന ആയുധ സഹായത്തിൽ ട്രംപ് ഭരണകൂടം നടത്തുന്ന പുനഃപരിശോധനയുടെ ഭാഗമായിട്ടാണ് ഈ നീക്കം. അമേരിക്കൻ താൽപ്പര്യങ്ങളെ മുൻനിർത്തിയാണ് തീരുമാനമെന്നാണ് വൈറ്റ് ഹൗസ് ഡെപ്യൂട്ടി പ്രസ് സെക്രട്ടറി അന്ന കെല്ലി തീരുമാനത്തെപ്പറ്റി പറഞ്ഞത്. മാസങ്ങളായി ഇതിനുള്ള ആലോചന നടക്കുന്നുണ്ടായിരുന്നുവെന്നും ഇത് സംബന്ധിച്ച ഉത്തരവിൽ പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഗ്സെത്ത് ഒപ്പുവെച്ചെന്നും വൈറ്റ് ഹൗസ് ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കി. അതേസമയം മറ്റ് രാജ്യങ്ങൾക്കുള്ള സഹായത്തിൽ മാറ്റം വരുത്തിയിട്ടുണ്ടോ എന്നതിൽ വ്യക്തതയില്ല. അമേരിക്കൻ താൽപ്പര്യങ്ങൾക്ക് പ്രഥമ പരിഗണന നൽകുന്നതാണ് തീരുമാനമെന്ന് വൈറ്റ് ഹൗസ് ഡെപ്യൂട്ടി പ്രസ് സെക്രട്ടറി അന്ന കെല്ലി പറഞ്ഞു. തീരുമാനത്തെ റഷ്യ സ്വാഗതം ചെയ്തു. US പക്കൽ വേണ്ടത്ര ആയുധങ്ങളില്ലാത്തതിനാലാണ് തീരുമാനമെന്നും റഷ്യ പരിഹസിച്ചു. ഞങ്ങൾ മനസ്സിലാക്കിയിടത്തോളം ഒഴിഞ്ഞ വെയർഹൗസുകളും ആ വെയർഹൗസുകളിൽ ആയുധങ്ങളില്ലാത്തതുമാണ് ഇതിന് കാരണം. എന്തായാലും എത്രത്തോളം കുറവ് ആയുധങ്ങൾ യുക്രൈന് നൽകുന്നുവോ അത്രത്തോളം വേഗത്തിൽ പ്രത്യേക സൈനിക നടപടി അവസാനിക്കുമെന്ന് ക്രെംലിൻ വക്താവ് ദിമിത്രി പെസ്കോവ് മാധ്യമങ്ങളോട് പറഞ്ഞു. റഷ്യൻ വ്യോമാക്രമണങ്ങളെ പ്രതിരോധിക്കാൻ പാശ്ചാത്യ രാജ്യങ്ങളുടെ സഹായം യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി നേരത്തെ അഭ്യർത്ഥിച്ചിരുന്നു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി റഷ്യയിൽ നിന്ന് ഡ്രോണുകളും മിസൈലുകളും ഉപയോഗിച്ചുള്ള ആക്രമണങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലായിരുന്നു സെലൻസ്കി സഹായം തേടിയത്. അതിനിടെ കിഴക്കൻ യുക്രൈനിലെ തന്ത്രപ്രധാനമായ 2 പട്ടണങ്ങൾ കൂടി റഷ്യ പിടിച്ചു. യുക്രൈൻ സേനയിലെ ചരക്ക് നീക്കപാതയിലെ സുപ്രധാനമായ പ്രദേശങ്ങളാണിത്. ഡോണറ്റ്സ്ക് പ്രവിശ്യയുടെ ശേഷിക്കുന്ന ഭാഗങ്ങൾ കൂടി പിടിക്കാൻ 100,000-ലേറെ റഷ്യൻ സൈനികർ മുന്നേറ്റം ശക്തമാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ചകളിൽ 100 കണക്കിന് ഡ്രോണുകളും മിസൈലുകളും ഉപയോഗിച്ച് റഷ്യ യുക്രൈനെതിരെ രാത്രിയിൽ വ്യോമാക്രമണം നടത്തിയിരുന്നു. ഞായറാഴ്ച റഷ്യൻ വ്യോമാക്രമണത്തിനിടെ F-16 യുദ്ധവിമാനം തകർന്ന് ഒരു പൈലറ്റ് കൊല്ലപ്പെട്ടതായി യുക്രൈൻ സൈന്യം അറിയിച്ചിരുന്നു. യുക്രൈനെതിരെ യുദ്ധം ആരംഭിച്ചതിന് ശേഷമുള്ള ഏറ്റവും വലിയ വ്യോമാക്രമണമായിരുന്നു ഞായറാഴ്ച റഷ്യയുടേത്. 477 ഡ്രോണുകളും 60 മിസൈലുകളുമാണ് ഒറ്റ ദിവസം യുക്രൈനെതിരെ റഷ്യ തൊടുത്തുവിട്ടത്. ഇതിൽ 249 എണ്ണം വെടിവെച്ചിട്ടതായും 226 എണ്ണം ലക്ഷ്യത്തിലെത്താതെ പോയെന്നും യുക്രൈൻ വ്യോമസേന വ്യക്തമാക്കിയിരുന്നു. യുദ്ധമുഖത്ത് നിന്ന് ഏറെ അകലെയുള്ള പടിഞ്ഞാറൻ യുക്രൈൻ ഉൾപ്പെടെ വിവിധ പ്രദേശങ്ങളെ ലക്ഷ്യമിട്ടാണ് ആക്രമണം ഉണ്ടായത്. റഷ്യൻ ആക്രമണത്തെ തുടർന്ന് പോളണ്ടിന്റെ വ്യോമപരിധി സുരക്ഷിതമാക്കുന്നതിന് പോളണ്ടും സഖ്യരാജ്യങ്ങളും യുദ്ധവിമാനങ്ങൾ സജ്ജമാക്കിയിരുന്നു. ആക്രമണത്തിന് ശേഷം യുക്രൈൻ തങ്ങളുടെ വ്യോമ പ്രതിരോധം ശക്തിപ്പെടുത്തുന്നതിന് അമേരിക്കൻ സംവിധാനങ്ങൾ വാങ്ങാൻ തയ്യാറാണെന്ന് സെലൻസ്കി സോഷ്യൽ മീഡിയയിൽ പറഞ്ഞിരുന്നു. സ്ഥിതിഗതികൾ വ്യക്തമാക്കാൻ യുക്രൈനിയൻ സർക്കാർ ശ്രമിക്കുന്നുണ്ടെന്ന് സെലൻസ്കി ബുധനാഴ്ച പറഞ്ഞു. വ്യോമ പ്രതിരോധ ഘടകം ഉൾപ്പെടെയുള്ള പ്രതിരോധ പിന്തുണയുടെ വിതരണവുമായി ബന്ധപ്പെട്ട എല്ലാ വിശദാംശങ്ങളും വ്യക്തമാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റു തരത്തിൽ നമ്മുടെ ജനങ്ങൾക്ക് സുരക്ഷ ഉറപ്പാക്കുമെന്നും യുക്രൈനെ അഭിസംബോധന ചെയ്യവേ പ്രസംഗത്തിൽ സെലൻസ്കി പറഞ്ഞു. നിലവിൽ US പാട്രിയറ്റ് വ്യോമ പ്രതിരോധ സംവിധാനമാണ് യുക്രൈൻ ഉപയോഗിക്കുന്നത്. എന്നാൽ ഇതിൽ ഉപയോഗിക്കുന്ന മിസൈലുകളുടെ ദൗർലഭ്യം അവരുടെ പ്രതിരോധ സംവിധാനത്തെ കാര്യമായി തന്നെ ബാധിക്കുന്നുണ്ട്. അതേസമയം അടുത്ത 4 വർഷത്തിനുള്ളിൽ റഷ്യ നാറ്റോ രാജ്യങ്ങളെ ആക്രമിക്കാൻ സാധ്യതയുണ്ടെന്നും അംഗരാജ്യങ്ങൾ കരുതിയിരിക്കണമെന്ന് ജർമ്മൻ സൈനിക മേധാവി നേരത്തെ പറഞ്ഞിരുന്നു. ഓരോ വർഷവും 100 കണക്കിന് ടാങ്കുകളാണ് റഷ്യ ഉൽപ്പാദിപ്പിക്കുന്നതെന്നായിരുന്നു ജനറൽ കാർസ്റ്റൈൻ ബ്രോയർ BBC പറഞ്ഞത്. നാറ്റോ അംഗങ്ങളായ ബാൾട്ടിക് രാജ്യങ്ങളിൽ ആക്രമണം നടത്താൻ അത് ഉപയോഗിച്ചേക്കാം എന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. 2029 അതിനു മുൻപോ അത്തരമൊരു ആക്രമണത്തിന് സാധ്യതയുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. യുക്രൈൻ യുദ്ധത്തിൽ നാറ്റോ സഖ്യം ഒരേ നിലപാട് സ്വീകരിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. അടുത്തിടെ ഹംഗറിയും സ്ലോവാക്കിയയും ചില വിഭിന്ന നിലപാടുകൾ എടുത്തിരുന്നു എന്നത് ഓർക്കുക. ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ സ്ട്രാറ്റജിക് സ്റ്റഡീസ് സിംഗപ്പൂരിൽ സംഘടിപ്പിച്ച അന്താരാഷ്ട്ര പ്രതിരോധ ഉച്ചകോടിയിൽ സംസാരിക്കുമ്പോഴായിരുന്നു അദ്ദേഹത്തിന്റെ ഈ പ്രസ്താവന. ഏതാനും ആഴ്ചകൾക്കുള്ളിൽ ഹേഗിൽ നാറ്റോയുടെ പ്രതിരോധ ഉച്ചകോടി കൂടാനിരിക്കവെയായിരുന്നു അദ്ദേഹത്തിന്റെ അഭിപ്രായ പ്രകടനം.